അതിൻ്റെ അപ്പുറത്തേക്ക് കൈ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അകത്തേക്ക് കയറട്ടെ. അകത്താണെങ്കിൽ ലൈറ്റ് ഉണ്ടാവും. ഇതാണ് എൻ്റെ ഷൂ. യൂസ് ചെയ്താൽ കേട്ടില്ല. ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് ഞാൻ പതുക്കെ സോക്സ് കാലുകൊണ്ട് ഒരു മിനിറ്റ് പണി കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ നൈറ്റ് അപ്പോൾ ഫുഡ് അടിക്കണോ തിരിച്ചു പോകണോ അല്ലല്ലയാ? അത്രേ ഉള്ളൂ. ടാട്ടപ്പോൾ കുളിക്കണം ഗൈസ്. പണിയെടുത്ത് നിങ്ങൾക്കറിയോ, പണിയെടുത്ത് മരിക്കുകയാണ്. യൂണോ, കുളിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ, ബൈ 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 ബൈ. അപ്പോൾ ഇന്ന് പുറത്തോട്ട് ഇരിക്കാം. സാലറി ആയിട്ട് ഇന്നലെ പോയില്ല. വേറെ ആരുമില്ല. അരുണും പിന്നെ മറ്റവൻ വീട്ടിലോട്ട് പോയി. അരുണും അഭിലാഷൊക്കെ വീട്ടിൽ പോയി. പിന്നെ ഞാനും അളിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് പോയി ഫുഡ് അടിക്കാൻ പുറത്ത്. വണ്ടല്ല, നടന്നു തന്നെ പോകണം അല്ലേ? അത്രത്തോളം നടന്നു വന്നാൽ അത്രത്തോളം നടന്നു പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, കുറച്ചങ്ങോട്ട് കയറട്ടെ. ഒരുപാട് വിശേഷം പറയാനുണ്ട്. പിന്നെ റോഡിൽ കൂടെ പോകുമ്പോൾ മൊത്തം ഇരുട്ട്. അതാ കുഴപ്പം. പറയുമ്പോൾ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ, ഞങ്ങളെ കാണാൻ പറ്റില്ല. പക്ഷെ വിദൂരയിൽ നടന്നപ്പോഴാണ് കാണിച്ചു തരാവേ. ഹീറോയുടെ ഷോറൂം അത് കിടക്കണ കണ്ടാ സൗണ്ട് അടിക്കില്ലല്ലേ വന്നപ്പോ ഒരു ലോഡ് ഒരു 100ഓളം കാര്യം പറഞ്ഞു. ഒക്കെ എല്ലാം അളിയന് മൂടൊക്കെ ആയിരുന്നു. അപ്പൊ എന്താ പറയാ, മുടി അത് കട്ടായിരുന്നു. ഡിപ്രഷൻ സ്റ്റേജിലായതുകൊണ്ട് അളിയന്റെ സീൻസ് ഒന്ന് കവർ ചെയ്യണ്ടെന്ന് വെച്ചു. പിന്നെ അവരും കൂടി പറഞ്ഞു എടുക്കണ്ടെന്ന്. അടുത്ത നെക്സ്റ്റ് കൊണ്ടാട്ടൊക്കെ ഇതൊക്കെ ഞങ്ങളിന്ന് തന്നെ തിന്നൂർക്കുമെന്ന് ഡൗട്ടുണ്ട് കേസ്. വേറെ ഒന്നുമില്ല, വിശന്നിട്ട് നോക്കട്ടെ. ഇങ്ങനെ ഓക്കെ. പിന്നെ കേട്ടാ കേട്ടില്ല ചാലഞ്ചർ ഗൈസ്. ഏത് എന്തായാലും കേട്ടെ പറയാ. ഫുഡിന്റെ എങ്ങനെയാണ്? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വയറ് മനസ്സ് നിറഞ്ഞില്ല. കാരണം ഞങ്ങൾ ആക്ച്വലി മന്തി കഴിക്കണം എന്നാണ് വിചാരിച്ചത്. അണിയാ നോക്കിയാൽ ഇരുട്ടായി പോടാ പണ്ടാരം. ആരെങ്കിലും ഒന്ന് ലൈറ്റ് കൊണ്ടുപോകണേ, എന്നാലേ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. ഇവൻ കുറേ നേരമായിട്ട് ട്രൈ ചെയ്ത് അവസാനം ഞാൻ തപ്പി കണ്ടുപിടിച്ച് എനിക്കൊരു പ്ലേ ലിസ്റ്റ് കിട്ടി. ദിസ് ഈസ് മൈ ടേസ്റ്റ്. യൂണോ, നിങ്ങൾ കണ്ടിട്ട് തന്നെ ഇത് എങ്ങനെയുണ്ടെന്ന് പറയട്ടാ. വണ്ടി പോട്ടെ. ഓക്കെ, ജസ്റ്റ് കണ്ടോ? അയ്യോ, സ്ക്രീൻ ഓഫ് ആയി പോയോ? ജസ്റ്റ് ഗോ. നിങ്ങൾക്ക് ആ ഫീല് കിട്ടും. ഓ, നിഴലായിക്കൂടെ. അതായത് എന്താ പറയാ, ഒഴുകുവാണ് അല്ലേ പുഴ പോലെ. ഇങ്ങനെ പുള്ളി ചുമ്മാ ഏതോ ഫസ്റ്റ് എന്തോ എന്താ പറയാ, ഈ ഡപ്പാങ്കുത്ത് ഉള്ള സെറ്റപ്പ് സ്കീം സോങ് ഒക്കെ എടുത്തിടുക. എന്നെ വന്നില്ലാന്ന് ഒലക്കാണ്. എന്നിട്ട് ഒരു വിധത്തിൽ കാപ്പിന് എടുത്തു അവസാനം. ഓ, perfect, you know, it's very very perfect. Oh, നിഴലായിക്കൂടെ ചെറുനീ. അളി, ഞാൻ ഒരു സിംഗർ ആവണോടാ ഇനി. എങ്ങാനും ഞാൻ പാടിയിട്ട് എനിക്ക് പുരസ്കാരമൊക്കെ കിട്ടി. പിന്നെ അത് വെറുതെ തരാം നമുക്ക് അല്ലേ പുരസ്കാരം ഒന്നും അംഗീകാരം വേണ്ട. ഇടളിയാ ഏതെന്ന് വെച്ചാൽ തട്ടിട്ട് ഞാൻ കാണിച്ചുതരാം ഗായ്സ്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് ഫുഡ് അടിക്കുക. ക്യാഷ് ഉള്ളപ്പോൾ, എപ്പോഴും വേണമെന്നില്ല, ക്യാഷ് ഉള്ളപ്പോൾ ഒക്കെ ഇടയ്ക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ അടിക്കുക. അങ്ങനെയൊക്കെ അടിക്കണം. അതാണ് അതിൻ്റെ ഒരു നിയമവശം കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? എപ്പോഴൊന്നും അടിക്കാൻ പാടില്ല. പിന്നെ അവസാനം അടി മാത്രം ഉണ്ടാവും. ഗായ്സ് നോക്കൂ, ലാലേട്ടൻ ചങ്കിൻ്റെ അകത്ത് ലാലേട്ടൻ. ഓ, പുള്ളിക്ക് പ്രായമൊക്കെ ആയിട്ടോ. ഗായ്സ്, ഫൈനലി റൂമിലെത്തി. നമുക്ക് എന്താണെന്ന് വെച്ചാൽ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ രാവിലെ കാണാം. ഓക്കെ.